നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സമാധാനപരം. പോളിംഗ് ഉയർന്നത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. വോട്ടെടുപ്പ് ദിവസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പടൻ പരാമർശം അല്പത്തരമെന്ന് കെ സുധാകരൻ MP. രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും MP. തലശ്ശേരി നഗരസഭയിൽ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിധിയെഴുത്താകും ജനവിധിയെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്കും NDAക്കും അനുകൂലമാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കതിരൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കു നേരെ CPM അതിക്രമം. അക്രമത്തിനിരയായത് പാനൂർ ബ്ലോക്ക് UDF പുല്യോട് ഡിവിഷൻ സ്ഥാനാർത്ഥി K ലതിക. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പോളിംഗ് സമാധാനപരം. പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഇനി 5 കൊല്ലം ആര് ഭരിക്കണമെന്ന് ജനം വിധി എഴുതി. ജില്ലയിലെ 20,92,681 വോട്ടർമാരാണ് വിധിയെഴുത്തിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, 71 പഞ്ചായത്ത്, 8 നഗരസഭ, 11 ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് 5,472 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഇതിൽ 2,823 പേർ വനിതകളാണ്. ജില്ലയിൽ 2,305 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചത്. പഞ്ചായത്തുകളിൽ 1,827, നഗരസഭകളിൽ 478 എന്നിങ്ങനെയാണ് ബൂത്തുകൾ. ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനം ലഭിക്കുമ്പോൾ ആന്തൂർ നഗരസഭയാണ് മുന്നിൽ. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ ആന്തൂരിൽ തുടക്കം മുതൽ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരുന്നു. 86.67% ആന്തൂർ നഗരസഭയിലെ പോളിംഗ് കണക്ക്. ഇരിട്ടി 80.61, പയ്യന്നൂർ 78.96, കൂത്തുപറമ്പ് 78.32, തളിപ്പറമ്പ് 75.51, ശ്രീകണ്ഠാപുരം 73.96, തലശ്ശേരി 71.59, പാനൂർ 68.61 എന്നിങ്ങനെയാണ് ശതമാന കണക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ 68.36% പോളിംഗ്. ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകിയും തുടരുന്നതിനാൽ പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസമുണ്ടാകും. പഞ്ചായത്ത് തലത്തിൽ പോളിംഗ് നില ലഭ്യമായിട്ടില്ല. വോട്ടെടുപ്പ് ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. ലൈംഗിക വൈകൃത കുറ്റവാളികളെ കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് ഇനി വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പിണറായിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. പിണറായി പഞ്ചായത്തിലെ 2-ാം നമ്പർ വാർഡ് ചേരിക്കൽ ജൂനിയർ പബ്ലിക് സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെത്തിയാണ് രാവിലെ 8 മണിയോടെ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. മൂന്ന് വോട്ടുകൾ മുഖ്യമന്ത്രിക്ക്.
ഭാര്യ കമല, മകൾ വീണ വിജയൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. LDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. UDF കേന്ദ്രങ്ങളെന്ന് കണക്കാക്കുന്ന സ്ഥലങ്ങളടക്കം LDFനെ സ്വീകരിക്കുന്നു. ശബരിമല വിഷയം ഒരു തരത്തിലും ബാധിക്കില്ല. സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. അതിന് വിശ്വാസികളുടെ ആകെ പിന്തുണയുണ്ട്. BJPയും UDFും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും, കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഭീഷണി കാരണം അതിജീവിതകൾക്ക് തുറന്നു പറയാനാവുന്നില്ല. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ജനം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് UDFൻ്റെതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം. ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പടന പരാമർശം അല്പത്തരമെന്ന് K. സുധാകരൻ MP. രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല കൊള്ളയിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കൊള്ളയിൽ നേരാംവണ്ണം അന്വേഷണം നടത്തിയാൽ പിണറായിയിൽ എത്തുമെന്നും K. സുധാകരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൊന്നും ഒരു തെറിച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. 100%. ഞാൻ ചോദിക്കുന്നത് ഇത് ആദ്യത്തേതാണോ? CPMൻ്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട്? എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട്? എന്തേ അതൊന്നും പുറത്തു പറയാത്തത്?
സ്ത്രീ ലംബടന്മാരുടെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പിണറായി അതിനെ വിശേഷിപ്പിച്ചത്. അതെ, അത് അദ്ദേഹത്തിൻ്റെ അല്പത്തരം. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ എൻ്റെ അർത്ഥം. അല്ല, അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിക്കുന്നു. അല്ല, അടൂർ പ്രകാശ് അത് തിരുത്തി സോബർ തിരുത്തിയല്ലോ അടൂർ പ്രകാശ്. ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ 100 സംഭവങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ അകത്ത് ഒരുപാട് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത്. അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും. കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ. കേസ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. അതായത് UDF-ന് തിരിച്ചടിയാകുമെന്നുള്ളത്. ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല. ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിയോട് കൂറു പുലർത്തുന്ന ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്കവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിലൊരു തർക്കമില്ല. ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയ എതിരാളിക്കും സാധിക്കില്ല. തലശ്ശേരി നഗരസഭയിൽ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിധിയെഴുത്താകും ജനവിധിയെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളമെമ്പാടും മികച്ച വിജയമുണ്ടാകുമെന്നും സ്പീക്കർ പറഞ്ഞു. പുന്നോൽ ഈസ്റ്റ് എയ്ഡഡ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ തലശ്ശേരി നഗരസഭയിലെ പുന്നോൽ ഈസ്റ്റ് 35-ാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 9ഓടെ പുന്നോൽ എയ്ഡഡ് LP സ്കൂളിൽ വരിയിൽ കാത്തിരുന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1346 ഷംസീർ AN. 1345 ഷാഹിർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളമെമ്പാടും മികച്ച വിജയമുണ്ടാകുമെന്നും തലശ്ശേരി നഗരസഭയിൽ 5 വർഷക്കാലമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി വിജയം മാറുമെന്നും സ്പീക്കർ പറഞ്ഞു. സ്പീക്കറാക്കിയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ മികച്ച വിജയമുണ്ടാകും. തലശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. മികച്ച വിജയം തലശ്ശേരി നഗരസഭയിലും സ്പീക്കറാക്കിയ രാഷ്ട്രീയത്തിന് കേരളത്തിലെമ്പാടും മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം BJPക്കും NDAക്കും അനുകൂലമാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരള രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന വലിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. അൽ മദ്രസത്തുൽ മുബാറക് LP സ്കൂളിൽ തലശ്ശേരി തിരുവങ്ങാട് 42-ാം വാർഡിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. രാവിലെ അൽ മദ്രസത്തുൽ മുബാറക് LP സ്കൂളിൽ തലശ്ശേരി തിരുവങ്ങാട് 42-ാം വാർഡിലാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും ഭാര്യയും വോട്ട് ചെയ്യാനെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്കും NDAക്കും അനുകൂലമാകുമെന്ന് PK കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന വലിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ രാഷ്ട്രീയ മാതൃക ഇത്തവണ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം LDFും UDFും മതിയായി, BJP മതി, NDA മതി എന്ന് ജനങ്ങൾ ചിന്തിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾക്ക് ഇനി ആഗ്രഹിക്കുന്നത് വികസനത്തിലും അതേപോലെ ജനക്ഷേമത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തിലധികം കേരളത്തിൽ നിലനിൽക്കുന്ന ഈ വികസന മുരടിപ്പ്, തൊഴിലില്ലായ്മ,
പിന്നോക്കാവസ്ഥ, ഇതെല്ലാം തന്നെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. LDFിൻ്റെയും UDFിൻ്റെയും സംഭാവന എന്ന് പറയുന്നത് കേരളത്തെ എല്ലാ അർത്ഥത്തിലും തകർത്തിരിക്കുന്നു, തകർച്ചയുടെ നെല്ലിപ്പടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. LDF, UDF മുന്നണികളെ മാറ്റി നിർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും BJPയെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസും ഇതേ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടം കേസുകളുടെ പശ്ചാത്തലത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ആർക്ക് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പോളിംഗ് പൂർത്തിയായതോടെ ഓരോ ബൂത്തിലുമുള്ള കണക്കുകൾ മുന്നണികൾ തലനാരിഴ കീറി പരിശോധിക്കുകയാണ്. വോട്ടർമാർ കൈവെടിയില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടത് വലത് മുന്നണികളെങ്കിൽ വ്യക്തമായ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികൾ, ഇൻഡിഗോ വിമാനം റദ്ദാക്കൽ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. യുവാക്കളിൽ പലരും പഠനവും ജോലിയുമായി പോകാനിരിക്കെ ഉണ്ടായ വിമാനസ്തംഭനവും വോട്ടിങ്ങിൽ ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയവരുടെ എണ്ണം കൂടിയത് കണ്ട് സ്ഥാനാർത്ഥികളുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള യുവാക്കൾക്കാകട്ടെ പൊതുവെ വോട്ട് ചെയ്യാൻ വലിയ താൽപ്പര്യക്കുറവുമുണ്ടായി. ഇതെല്ലാം ചേർന്ന് പോളിംഗ് ശതമാനം കുറയുന്നത് ജയപരാജയം നിർണയിക്കുന്നതിൽ നിർണായകമാകുമെന്നതിനാൽ ലിസ്റ്റിലുള്ളവരെ മുഴുവൻ എങ്ങനെയും ബൂത്തിലെത്തിക്കാനുള്ള മത്സരമായിരുന്നു പാർട്ടി പ്രവർത്തകർ നടത്തിയത്. പരമാവധി ഓപ്പൺ വോട്ടുകളും ബൂത്തിൽ നടന്നു. കേരളത്തിന് പുറത്തുള്ള വോട്ടർമാരെ കൊണ്ടുവരുന്നതിന് വിദേശത്തുള്ള ഏജന്റുമാർ വഴി വിമാന ടിക്കറ്റ് എത്തിച്ച സ്ഥാനാർത്ഥികളുമുണ്ട്. വോട്ടർമാരുടെ ബന്ധുക്കൾ വഴി വോട്ട് ഉറപ്പിച്ചിട്ടും ഇൻഡിഗോ ഫ്ലൈറ്റ് കൂട്ടത്തോടെ റദ്ദാക്കിയത് തുടർക്കഥയായതോടെ സമയത്ത് വോട്ട് ചെയ്യാൻ പലർക്കും എത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടായി. സ്ഥാനാർത്ഥി നിശബ്ദ പ്രചരണം നടത്തുമ്പോൾ വോട്ടർ പട്ടിക വിലയിരുത്തി ഉറപ്പുള്ള വോട്ട് കണ്ടെത്താനുള്ള ജോലിയായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വോട്ട് ചെയ്തവരെ വെച്ച് മറ്റൊരു കണക്കെടുപ്പിലാണിപ്പോൾ മുന്നണികൾ. പോളിംഗ് ശതമാനം കൂടുന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്ന പഴയ കണക്കിപ്പോൾ മുന്നണികൾ കാര്യമായി എടുക്കുന്നില്ല. ഇരു മുന്നണി പ്രവർത്തകരും അവരുടെ വോട്ടുകൾ കൂടുതലും സമാഹരിച്ചതിനാൽ ഈ കണക്ക് പ്രസക്തവുമല്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നിടങ്ങളിൽ BJP പിടിക്കുന്ന വോട്ട് കണക്കിൽ UDFിനാണ് LDFിനേക്കാൾ കൂടുതൽ ആശങ്ക. വെൽഫെയർ പാർട്ടിയും SDPഐയും മറ്റ് ബദൽ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. കോർപ്പറേഷൻ, നഗരസഭകൾ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ഒരാൾ ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 3 വോട്ടാണ് രേഖപ്പെടുത്തിയത്. 1500 വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനിൽ ചിലയിടങ്ങളിൽ ഒരു ബൂത്ത് മാത്രം സജ്ജീകരിച്ചതിനാൽ വോട്ട് ചെയ്യാൻ സമയമെടുത്തു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് താൽപ്പര്യമില്ലാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയില്ലാത്തതിനാൽ സാധിച്ചതുമില്ല. രാഹുൽ മാങ്കൂട്ടം കേസിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് എന്നും ഇടതുപക്ഷം വ്യക്തമായ വിജയം നേടുമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പാട്യത്ത് പൂക്കോട് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു PJ. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ P. ജയരാജൻ പാട്യം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ കോങ്ങാറ്റയിലെ മാടത്തിൽ പൂക്കോട് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജയരാജൻ P. LDF സമ്പൂർണ്ണ വിജയം നേടുമെന്ന് P. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നാണ് പാർട്ടി നിലപാടെന്നും P. ജയരാജൻ പറഞ്ഞു. ഭാര്യ യമുനയ്ക്കൊപ്പമെത്തിയാണ് P. ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന LDF ഭരണത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവാൻ പോകുന്നത്. ഇതുമാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന ജനക്ഷേമ പരിപാടികളും
ജനങ്ങളെ കൃത്യമായി വിലയിരുത്തി LDF വോട്ട് ചെയ്യും. അപ്പോൾ LDF ഒരു ചരിത്ര വിജയമുണ്ടാകും. അതോടൊപ്പം നമ്മുടെ നാടിനെ വർഗീയതയിലേക്ക് നയിക്കാനാണ് UDFും BJPയും ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള അന്തർദേശീയ തീവ്രവാദ സമീപനം സ്വീകരിക്കുന്ന ശക്തികളെ കൂട്ടിയിട്ടാണ് കോൺഗ്രസും ലീഗും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പുറത്ത് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കടുത്ത ഭീഷണി ഉയർത്തുന്ന RSS BJPയും ഈ വലതുപക്ഷ ശക്തികളൊക്കെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണത്തുരുത്തായിട്ടുള്ള കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലയിലുള്ള ഒരു ജനവിധി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803.
9497360333. മറ്റു വാർത്തകളിലേക്ക്. കതിരൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേരെ CPMന്റെ അതിക്രമം. പാനൂർ ബ്ലോക്ക് UDF പുല്ലോട് ഡിവിഷൻ സ്ഥാനാർത്ഥി K. ലതികയാണ് ബൂത്തിനകത്ത് അക്രമത്തിന് ഇരയായത്. കതിരൂർ 5-ാം വാർഡ് വേറ്റുമൽ മാപ്പിള LP സ്കൂളിലെ ബൂത്തിൽ വെച്ചാണ് അക്രമം നടന്നത്. പാനൂർ ബ്ലോക്ക് UDF പുല്ലോട് ഡിവിഷൻ സ്ഥാനാർത്ഥി K. ലതികയാണ് ബൂത്തിനകത്ത് അക്രമത്തിന് ഇരയായത്. കതിരൂർ 5-ാം വാർഡ് വേറ്റുമൽ മാപ്പിള LP സ്കൂളിലെ ബൂത്തിൽ വെച്ചാണ് അക്രമം നടന്നത്. ബൂത്തിനകത്ത് അതിക്രമിച്ചെത്തിയ CPM പ്രവർത്തകർ ലതികയുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് പിടിച്ചു വാങ്ങി. അവരെ തള്ളിയിടാൻ ശ്രമിച്ചു. അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട്. ലതികയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിജീവിതകളുടെ മാനത്തിന് കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ലെന്ന് KK ശൈലജ ടീച്ചർ MLA. കോൺഗ്രസ് ക്രിമിനലുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പെൺകുട്ടികൾക്ക് ക്രൂരമായ അതിക്രമമാണ് നേരിടേണ്ടി വന്നത്. മനസാക്ഷിയുള്ള മലയാളികൾ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഒപ്പമാണ് രാഷ്ട്രീയം നോക്കാതെ നിൽക്കുന്നതെന്നും KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. അതിജീവിതകളുടെ മാനത്തിന് കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ല. ക്രിമിനലുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പെൺകുട്ടികൾക്ക് ക്രൂരമായ അതിക്രമമാണ് നേരിടേണ്ടി വന്നത്. മനസാക്ഷിയുള്ള മലയാളികൾ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഒപ്പമാണ്. രാഷ്ട്രീയം നോക്കാതെയാണ് LDF കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതെന്നും KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. പിന്താങ്ങില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടത്. അത് എല്ലാ കാര്യവും വെളിയിൽ വരും. എല്ലാ കാര്യവും ഇങ്ങനെ ഒളിപ്പിച്ച് എല്ലാ കാര്യവും നടക്കാൻ പറ്റില്ലല്ലോ. അതിജീവിതകൾക്ക് കൂടെ നിൽക്കേണ്ടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കോൺഗ്രസ് UDF ആ പെൺകുട്ടികളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പ്രതികളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. എന്ത് മനോഭാവമാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ക്രിമിനൽ സ്വഭാവവും കൊണ്ട് നടക്കുന്ന ആളുകൾ പിടിയിലകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ സ്ത്രീകൾക്ക് വിശ്വാസമുണ്ട്. സ്ത്രീലമ്പടന്മാരുടെ കൂടെ നിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. അതിനെന്താ സംശയം? ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടെയാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിൽ സഹോദരിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, അല്പം മനസാക്ഷിയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സമൂഹം അതിക്രമികൾക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും തോന്നുന്നില്ല. പാനൂർ മേഖലയിൽ 2 വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത് പോളിംഗ് വൈകിപ്പിച്ചു. കുന്നോത്തുപറമ്പ് ചെമ്പാട് ബൂത്തുകളിലാണ് പോളിംഗ് വൈകി ആരംഭിച്ചത്. ഇതോടെ ബൂത്തുകൾക്ക് മുന്നിൽ വൻ നിര രൂപപ്പെട്ടു. 2 പോളിംഗ് സമയം നീട്ടി നൽകി. ചെമ്പാട് ചോദാവൂർ ഈസ്റ്റ് LP സ്കൂളിൽ ബൂത്ത് നമ്പർ 1 വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത്. സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും മുന്നിൽ മോക്ക് പോൾ നടത്തിയ ശേഷം ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത്. പിന്നീട് 20 മിനിറ്റോളം വോട്ടിംഗ് വൈകി. ഇതോടെ ബൂത്തിനു മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായി. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് 7-ാം വാർഡിൽ 1-ാം ഭാഗത്തെ വോട്ടിംഗ് മെഷീനും തകരാറിലായി. കൊളവല്ലൂർ വെസ്റ്റ് LP സ്കൂളിലായിരുന്നു ബൂത്ത് സജ്ജീകരിച്ചിരുന്നത്. 1 മണിക്കൂറോളം എടുത്താണ് തകരാർ പരിഹരിച്ചത്. വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തിന് പുറത്ത് ഇവിടെയുമുണ്ടായി. വോട്ടിംഗ് സമയം നീട്ടി നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. LDF ചരിത്ര വിജയം നേടുമെന്ന് KP മോഹനൻ MLA. പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും പുത്തൂരിൽ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തി KP മോഹനൻ MLA. വീട്ടിനടുത്തുള്ള പുത്തൂർ ഇസ്ലാം ഹയാത്തുൽ മദ്രസയിലെ 1-ാം നമ്പർ ബൂത്തിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. അതിരാവിലെ ബൂത്തിലെത്തി ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പാനൂരിനടുത്ത കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ വാർഡ് 15-ലെ വോട്ടറാണ് KP മോഹനൻ. നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ബൂത്തിൽ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയാണ് മറ്റിടങ്ങളിൽ സന്ദർശനം നടത്താറ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആദ്യ വോട്ട് ബൂത്തിൽ രേഖപ്പെടുത്തുന്ന പതിവിൽ മാറ്റം വരുത്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിലും LDF ചരിത്ര വിജയം നേടുമെന്ന് KP മോഹനൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജനക്ഷേമ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കിഫ്ബി ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കണം. ആ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാനും സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ വ്യാപൃതരായിക്കൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡിലും വിജയിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നും അതിന്റെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നും KP മോഹനൻ പറഞ്ഞു. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ 1976-77 ബാച്ചിന്റെ കൂട്ടായ്മയായ പാസ്റ്റ് ടെൻസ് രണ്ടാമത്തെ കൂട്ടിയിരുത്തം നടത്തി. ഇത്തവണ കുടുംബസമേതമാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സെന്റ് ജോസഫ് ഹൈസ്കൂൾ
1976-77 ബാച്ചിന്റെ കൂട്ടായ്മയായ പാസ്റ്റ് ടെൻസ് രണ്ടാമത്തെ കൂട്ടിരുത്തം നടത്തി. ഇത്തവണ കുടുംബസമേതമാണ് കൂട്ടായ്മ നടത്തിയത്. 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്തെ സഹവിദ്യാഭ്യാസത്തിന്റെ ഓർമ്മകൾ പുതിയ കാലത്തേക്ക് പടരുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ കൂട്ടിരുത്തം വി ജയദേവ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് വിനോദ് കുമാർ KN, സെക്രട്ടറി MM രാജീവ്, മുരളീധരൻ AC തുടങ്ങിയവർ സംസാരിച്ചു. നിലവിലുള്ള ഭരണസമിതി തുടരും. പഴയകാല ഓർമ്മകൾ അയവിറക്കിയും ഗാനങ്ങളിലൂടെ സ്മരണകൾ തിരിച്ചുപിടിച്ചും കൂട്ടിരുത്തം സെന്റ് ജോസഫ് ജീവിതത്തെ ആഘോഷമാക്കി. 2027 10ാം ക്ലാസ് കാലത്തിന്റെ സുവർണ ജൂബിലി വിപുലമായി ആഘോഷിക്കാനും കൂട്ടിരുത്തം തീരുമാനമെടുത്തു. തേനീച്ച ആക്രമണത്തെ തുടർന്ന് കടവത്തൂർ ഇരഞ്ഞൻകീഴിൽ തെക്കുമുറി പ്രദേശവാസികൾ ഭീതിയിലായി. പിള്ളേൻ്റെവിടെ VK സഫീറിന്റെ വീടിന്റെ പറമ്പിലെ മാവിലെ തേനീച്ചക്കൂട് ഇളകിയതിനെ തുടർന്ന് നിരവധി പേർക്ക് കുത്തേറ്റു. പിള്ളേൻ്റെവിടെ VK സഫീറിന്റെ വീടിന്റെ പറമ്പിലെ മാവിലെ തേനീച്ചക്കൂട് ഇളകിയതിനെ തുടർന്ന് നിരവധി പേർക്കാണ് കുത്തേറ്റത്. കുത്തേറ്റ കീഴക്കണ്ടി ഷാഹിദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേനീച്ച ഇപ്പോഴും അവിടെ ചുറ്റിപ്പറ്റിയുള്ളത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നവർ തേനീച്ചയെ ഭയന്ന് മടങ്ങിപ്പോവുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സമാധാനപരം. പോളിംഗ് ഉയർന്നത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. വോട്ടെടുപ്പ് ദിവസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പടൻ പരാമർശം അല്പത്തരമെന്ന് K സുധാകരൻ MP. രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും MP. തലശ്ശേരി നഗരസഭയിൽ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിധിയെഴുത്താകും ജനവിധിയെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്കും NDAക്കും അനുകൂലമാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കതിരൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കു നേരെ CPM അതിക്രമം. അക്രമത്തിനിരയായത് പാനൂർ ബ്ലോക്ക് UDF പുല്യോട് ഡിവിഷൻ സ്ഥാനാർത്ഥി K ലതിക. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.